ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാകാൻ പരമയോഗ്യനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബി ഗോപാലകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന. മക്കയിൽ ഹിന്ദുക്കളായ ആർക്കെങ്കിലും ജനപ്രതിനിധിയാകാൻ കഴിയുമോ? വത്തിക്കാനിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമോ എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രീ ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂർ സംബന്ധിയായ കുപ്രസിദ്ധ പ്രസ്താവനയെ ന്യായീകരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം ചിക്കാഗോയിലെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് ഈ പറയുന്ന IT മേഖലയിൽ തൊഴിലാളിയായി പണി തുടങ്ങിയ ഒരു ആധുനിക ബുദ്ധിജീവിയാണ്. എന്നാൽ അദ്ദേഹം ബി.ജെ.പിയുടെ നേതാവായതിനു ശേഷം തൻ്റെ സാമൂഹ്യ ബോധത്തെ മൊത്തത്തിൽ പണയപ്പെടുത്തും വിധമാണ് അദ്ദേഹം ഓരോ സമയങ്ങളിലും നടത്തിയ പ്രസ്താവനകൾ. അതിലേറ്റവും അവസാനത്തതാണ് ഗുരുവായൂരിനെയും മക്കയെയും വത്തിക്കാനെയും ബന്ധപ്പെടുത്തിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. നോക്കൂ, നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചത് ചുമ്മാതെയല്ല. രാജ്യത്തെ ഏത് സ്ഥാനത്തേക്കും ജനങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ജാതിയോ മതമോ പ്രാദേശികവാദമോ ഭാഷയോ ലിംഗഭേദമോ ഒന്നും ബാധകമാകരുത് എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ ഹിന്ദു MLA തന്നെ ഉണ്ടാകണമെന്ന് ഗോപാലകൃഷ്ണൻ ബെല്ലും ബ്രേക്കുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ മക്കയുമായും വത്തിക്കാനുമായി താരതമ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണോ സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയിട്ടുള്ളത്, ഇല്ലെങ്കിൽ അങ്ങനെ ആ രാജ്യം തുടരുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി മാറിയേ ഒക്കൂ എന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. നോക്കൂ, രാജീവ് ചന്ദ്രശേഖരൻ ഈ പ്രസ്താവന ഇറക്കുന്നത് ഉത്തർപ്രദേശിലോ ഇല്ലെങ്കിൽ ഡൽഹിയിലെ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുൻതൂക്കമുള്ള ഒരിടത്തോ അല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയണമായിരുന്നു. പൊന്നാനിയെ പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പൊന്നാനി മുസ്ലിമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത കേന്ദ്രം എന്ന തരത്തിൽ അറിയപ്പെടുമ്പോൾ അവിടെ ജനപ്രതിനിധിയായി ജയിച്ചു വരുന്നവർ പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ പുറത്തു നിന്നാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ശ്രീ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ വിഭാഗീയമായൊരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിനെ തിരുത്തി കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ബാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ബി ഗോപാലകൃഷ്ണനേക്കാൾ താൻ അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവായി തുടരാൻ തനിക്ക് ബി ഗോപാലകൃഷ്ണനേക്കാൾ യോഗ്യതയുണ്ട് എന്ന് കേരളത്തെ ബോധ്യപ്പെടുമ്പോൾ ഈ കേരളം മലയാളികൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ തീരുമാനം അടുത്ത തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. നോക്കൂ, കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ടെന്നിരിക്കെ ഇറാനിലെ യുദ്ധം നമ്മുടെ രാജ്യത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതം വല്ലാതെ വഴിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ സമയം കണ്ടെത്തുന്നതിന് പകരം ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഉണ്ടാകാത്തത് ഗുരുവായൂരപ്പൻ എന്തോ അപകടമുണ്ടാക്കിയെന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ഇറക്കുമ്പോൾ അതിന് കൈയടിക്കുവാൻ ബി.ജെ.പിയിലെ സംസ്ഥാന നേതാക്കന്മാർ ബി ഗോപാലകൃഷ്ണനോടൊപ്പം നിൽക്കുന്നത് കേരളം ഒരിക്കലും സഹിക്കയില്ല എന്ന് ഇവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ കൃത്യമായി മനസ്സിലാക്കേണ്ടി വരും.